ആര്യാട്ട് തറവാടിന്റെ വിശാലമായ പൂമുഖത്ത് മൗനമൊരു കനത്ത വിരിപ്പായി പടർന്നു കിടന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ താഴുമ്പോൾ അതിന്റെ ചെഞ്ചായം തറവാടിന്റെ ചുവരുകളിൽ രക്തവർണമായി പടരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോകാനായി കയ്യിൽ കാറിന്റെ കീയുമായി ഇറങ്ങി വന്ന അഭിമന്യുവിനെ രാഘവമേനോൻ തന്റെ പതിഞ്ഞ സ്വരത്തിൽ തടഞ്ഞു. ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ അഭി? മേനോന്റെ വാക്കുകളിൽ ഒരു പിതാവിന്റെ നിസ്സഹായതയും നീരസവും കലർന്നിരുന്നു. അഭിമന്യു ഒന്ന് നിന്നു. അവന്റെ നിഴൽ പൂമുഖത്തെ കരിങ്കൽ പാളികളിൽ നീണ്ടു നിവർന്നു കിടന്നു. വിരിഞ്ഞ തോളുകളും ഉറച്ച ചുവടുകളുമുള്ള അവൻ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ എന്ന പോലെ ജീവിതത്തിലും പതറാത്തവനാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ആ നിൽപ്പ് തന്നെ. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ ചോദിച്ചു. അല്ല, നിന്റെ ഭാര്യയായി ഈ തറവാടിന്റെ വിളക്കായി ഇവിടെ ഉണ്ടാകണമെന്ന് നിന്റെ അമ്മ സ്വപ്നം കണ്ട പെണ്ണാണ് നന്ദന. അവളെ തന്നെ നീ വെറുമൊരു മേനോന്റെ സ്വരം ഇടറി. താൻ പറയാൻ ആഗ്രഹിച്ച വാക്ക് വാടക ഗർഭപാത്രം എന്നതാണെന്ന് അഭിമന്യുവിനും അറിയാമായിരുന്നു. അഭിമന്യു പതിയെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ വികാരങ്ങളില്ലായിരുന്നു, പകരം തണുത്ത യുക്തി മാത്രം. അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അച്ഛാ ഞാൻ അവളെ തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി മാത്രം അവളെ എൻ്റെ ഭാര്യയാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നന്ദന തന്നെ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. അതിനു വേണ്ട നിയമപരമായ കരാറുകളെല്ലാം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പം നിർത്തി അവൻ തുടർന്നു. പക്ഷേ ഈ അഭിമന്യുവിൻ്റെ ജീവിതത്തോട് മറ്റൊരു പെണ്ണിനെ ചേർത്ത് വയ്ക്കാൻ മാത്രം അച്ഛനോ അമ്മയോ ഇനി ആഗ്രഹിക്കരുത്. അത് നടക്കില്ല. പറഞ്ഞത് ആരെയും ശ്രദ്ധിക്കാതെ അവൻ മുറ്റത്ത് നിർത്തിയിരുന്ന തൻ്റെ കറുത്ത ഓടിയിലേക്ക് കയറി. എഞ്ചിൻ ഇരമ്പുന്ന ശബ്ദം ആ തറവാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചു. കൂറ്റൻ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് കാറ് പാഞ്ഞു പോകുമ്പോഴും അഞ്ജലി അകതളങ്ങളിൽ നിന്ന് മൂടി വന്നിരുന്നു. മോനെ അഭി, വിളിക്കണ്ട അഞ്ജലി. മേനോൻ ഭാര്യയെ തടഞ്ഞു. തെറ്റുപറ്റിയത് എനിക്കാണ്. നല്ല പ്രായം മുഴുവൻ ബിസിനസ് തിരക്കുകളുമായി ഓടി നടന്നപ്പോൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ഏതിനും വിലയിടുന്ന ഒരു കച്ചവടക്കാരനായി അവൻ മാറിപ്പോയിരിക്കുന്നു. സന്ധ്യ മയങ്ങിയപ്പോഴാണ് അഭിമന്യുവിൻ്റെ കാർ വീണ്ടും ആര്യാട്ട് തറവാടിൻ്റെ ഉമ്മറത്ത് വന്നത്. ഇത്തവണ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഒപ്പം നന്ദനയും ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി അവൾ ഒരു കനത്ത ഭാരം പേറുന്നത് പോലെയാണ് പടികൾ കയറിയത്. നേർത്ത ഇളം നീല നിറത്തിലുള്ള സാരിയായിരുന്നു അവളുടെ വേഷം. കയ്യിൽ ലളിതമായ ഒരു ബാഗ് മാത്രം. അഞ്ജലി പൂമുഖത്തേക്ക് വന്നു. മുൻപ് കണ്ടപ്പോഴുള്ള ആ പ്രസരിപ്പില്ല നന്ദനയുടെ മുഖത്ത്. കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരിക്കുന്നു. ചുണ്ടുകളിലെ പുഞ്ചിരി മാഞ്ഞു പോയിരിക്കുന്നു. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വാ മോളെ. അഞ്ജലിയുടെ വാക്കുകൾ ഒരു പ്രാർത്ഥന പോലെയായിരുന്നു. നന്ദന പെട്ടെന്ന് മുഖമുയർത്തി അവരെ നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം നിന്ന കലർന്നുവോ. അവളൊന്നും മിണ്ടിയില്ല. ഒരു യന്ത്രത്തെ പോലെ അവൾ അകത്തേക്ക് നടന്നു. അകത്തേക്ക് ചെല്ല. എൻ്റെ കുഞ്ഞിന് നീ ജന്മം നൽകുന്നത് വരെ ഇനി നിന്റെ വീടിതാണ്. നാളെ രാവിലെ റെഡിയായിരിക്കണം, ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. അഭിമന്യു തൻ്റെ അധികാര സ്വരത്തിൽ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി മുകളിലത്തെ മുറിയിലേക്ക് നടന്നു. മുറിക്കുള്ളിലെ ശീതീകരിച്ച അന്തരീക്ഷം നന്ദനയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ജനാലവിരി നീക്കി അവൾ പുറത്തേക്ക് നോക്കി. ദൂരെ പെയ്യാൻ വെമ്പി നിൽക്കുന്ന മേഘങ്ങൾ. തൻ്റെ ജീവിതം പോലെ തൻ്റെ ജീവിതം ഇത്ര പെട്ടെന്നൊരു ചരക്കായി മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പോഴാണ് മുറിയിലേക്ക് അഞ്ജലി വന്നത്. അവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നു. നന്ദനയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മോളെ, അഞ്ജലി വിളിച്ചു. മോളോട് ഈ നീതികേട് കാണിക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. വേണമെങ്കിൽ ഈ നിമിഷം നിനക്ക് പോകാം. ഒരമ്മ എന്ന നിലയിൽ ഞാൻ നിന്നെ തടയില്ല. നന്ദന പതുക്കെ തിരിഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഇല്ലമ്മേ,
ഇനി ഒന്നുമില്ല. എനിക്ക് ആലോചിക്കാൻ എൻ്റെ അമ്മ പോയി. ഇനിയുള്ളത് എൻ്റെ മാളവിക മാത്രമാണ്. രക്താർബുദത്തോട് പൊരുതുന്ന എൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല. അതിനായി എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും ഞാൻ ചെയ്യും. സാറിൻ്റെ അവസ്ഥ മുതലെടുത്ത് എൻ്റെ മാനത്തിന് വിലയിട്ടില്ലല്ലോ. പകരം എൻ്റെ ഗർഭപാത്രത്തിനല്ലേ വിലയിട്ടത്? അതിൽ കൂടുതൽ സഹാനുഭൂതിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഞ്ജലി ഒന്നും മിണ്ടിയില്ല. പുറത്തേക്ക് നടന്നു. ഒരു പെണ്ണിൻ്റെ നിസ്സഹായതയെ തൻ്റെ മകൻ ഇത്രയും ക്രൂരമായി ഉപയോഗിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. രാത്രി ഏറെ വൈകിയാണ് അഭിമന്യു തിരിച്ചെത്തിയത്. മദ്യത്തിൻ്റെ മണം അവനിൽ നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നു. അവൻ നേരെ പോയതോ നന്ദനയുടെ മുറിയിലേക്കാണ്. കട്ടിലിൽ തളർന്നിരിക്കുകയായിരുന്നു അവൾ. "നീ ഉറങ്ങിയില്ലേ ഇതുവരെ?" അവൻ്റെ സ്വരം കുഴഞ്ഞിരുന്നു. ഉറക്കം വരുന്നില്ല. അവൾ തണുത്ത സ്വരത്തിൽ മറുപടി നൽകി. "ആ വരില്ല. കയ്യിലേക്ക് കിട്ടാൻ പോകുന്ന ലക്ഷങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാ അല്ലേ?" പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി. നന്ദന പെട്ടെന്ന് എണ്ണീറ്റു നിന്നു. അവളുടെ കണ്ണുകളിൽ അഗ്നി പടർന്നു. "അഭിമന്യു സർ, ഞാൻ നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ 10 മാസത്തെ സമയവും വേതനയുമാണ്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല. എന്നെ കുത്തി നോവിക്കാൻ നിൽക്കണ്ട. എൻ്റെ ഗർഭപാത്രം മാത്രമേ ഞാൻ നിങ്ങൾക്ക് വിറ്റിട്ടുള്ളൂ. എൻ്റെ അന്തസ്സല്ല. പുറത്തു പോകണം ഈ മുറിയിൽ നിന്ന്." അഭിമന്യു ഒരു നിമിഷം സ്തംഭിച്ചു പോയി. തന്നെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ലാത്ത ആ നാട്ടിൽ ഇതാ ഒരു പെണ്ണ് തൻ്റെ മുഖത്ത് നോക്കി ആജ്ഞാപിക്കുന്നു. "ശരിയടി, നിന്റെ ഈ അഹങ്കാരം അധികനാൾ കാണില്ല. എനിക്ക് വേണ്ടത് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ മാത്രമാണ്, അല്ലാതെ നിന്നെയല്ല." കലിപ്പോടെ പറഞ്ഞുകൊണ്ടവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വാതിലടഞ്ഞതും നന്ദന തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മാതൃത്വം എന്നത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കെ താൻ അതിനെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. 10 മാസം വയറ്റിൽ ചുമക്കുന്ന കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് ഇറങ്ങിപ്പോകാൻ തനിക്ക് കഴിയുമോ? തൻ്റെ മാറു ചുരത്തില്ലേ? നെഞ്ചു പൊട്ടിപ്പോവില്ലേ? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ ചോദ്യത്തിനു മുന്നിൽ മാളവികയുടെ വിളറിയ മുഖം ഒരു കവചമായി വന്നു നിന്നു. "കഴിയും, എനിക്ക് കഴിയണം. ഞാൻ വെറുമൊരു വാടക ഗർഭപാത്രം മാത്രമാണ്. ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയല്ല." അവൾ വാശിയോട് തൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ചു. ആ രാത്രി ആര്യാട്ട് തറവാടിൻ്റെ ജനാലകൾക്കപ്പുറം മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടി എന്നോണം ആര്യാട്ട് തറവാടിൻ്റെ വിശാലമായ മുറ്റത്ത് അതിരാവിലെ തന്നെ മഞ്ഞു വീണ് കിടന്നു. പക്ഷേ തറവാടിനുള്ളിലെ അന്തരീക്ഷം മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതായിരുന്നു. തലേ ദിവസം രാത്രി അഭിമന്യുവിനോട് കലഹിച്ചതിൻ്റെ ക്ഷീണം നന്ദനയുടെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ദൗത്യം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖത്തെ വിഷാദം മറയ്ക്കാൻ അവൾ ശ്രമിച്ചു. മാളവികയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള പണം ഇന്ന് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതുണ്ട്. ആ ഒരൊറ്റ ചിന്തയാണ് അവളെ തളരാതെ നിർത്തിയത്. താഴെ പൂമുഖത്ത് അഭിമന്യു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് തൻ്റെ ഗാംഭീര്യത്തോടെ അവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ നന്ദനയ്ക്ക് പഴയൊരു ചിത്രം ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇതേ തറവാട്ടിലെ ഒരു സദ്യയ്ക്ക് വന്നപ്പോൾ കണ്ട ആ ചെറുപ്പക്കാരനല്ല ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. ഇന്നവൻ വെറും ഒരു ഉടമസ്ഥനാണ്. "ഇറങ്ങാം, സമയമായി." നന്ദന താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ അക്ഷമയോട് പറഞ്ഞു. മറുപടി ഒന്നും നൽകാതെ അവൾ കാറിലേക്ക് കയറി. യാത്രയിലുടനീളം ആരുമൊന്നും സംസാരിച്ചില്ല. കാറിനുള്ളിലെ നിശബ്ദതയ്ക്ക്
പുറത്തെ ട്രാഫിക്കിനേക്കാൾ ഇരട്ടി ഭാരമുണ്ടായിരുന്നു. അഭിമന്യു ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ നന്ദനയെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ തെളിയുന്ന നിശ്ചയദാർഢ്യം അവനെ അത്ഭുതപ്പെടുത്തി. സാധാരണയായി തൻ്റെ മുന്നിൽ പതറുന്ന പെണ്ണുങ്ങളെ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവൾ വ്യത്യസ്തയാണ്. നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ അലോക് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ സുഹൃത്താണ് അലോക്. മുദ്ര. സോറി നന്ദന, അലോക് തിരുത്തി പറഞ്ഞു. താൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനമെടുത്തത്? നോക്ക്, ഇതൊരു നിയമപരമായ കരാർ മാത്രമല്ല, വൈകാരികമായി വലിയൊരു ബാധ്യതയാണ്. 10 മാസം കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ തനിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതിന് കഴിയുമോ? നന്ദനയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. അവൾ അഭിമന്യുവിനെ നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. എനിക്ക് കഴിയും ഡോക്ടർ. എൻ്റെ അനിയത്തിയുടെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും. അവൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ പോലും നൽകും. പിന്നെ ഈ കുഞ്ഞ്, ഇതിനെ ഞാൻ 10 മാസം എൻ്റെ ഉദരത്തിൽ സൂക്ഷിക്കും, ഒരു സൂക്ഷിപ്പുകാരിയെ പോലെ മാത്രം. അവളുടെ സ്വരം ഉറച്ചതായിരുന്നുവെങ്കിലും ഉള്ളിലൊരു വിങ്ങൽ അവൾ അനുഭവിച്ചു. പരിശോധനകൾക്ക് ശേഷം തിരികെ കാറിൽ കയറുമ്പോൾ അഭിമന്യു ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. നിന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ ഇന്ന് തന്നെ ഇത് അടയ്ക്കാം. ബാക്കി തുക കുഞ്ഞ് ജനിക്കുമ്പോൾ നിനക്ക് ലഭിക്കും. ആ കവർ വാങ്ങുമ്പോൾ നന്ദനയുടെ കൈകൾ വിറച്ചു. തൻ്റെ മാതൃത്വത്തിന് താൻ തന്നെ വിലയിട്ടതുപോലെ അവൾക്ക് തോന്നി. നന്ദി, അവൾ പതുക്കെ മന്ത്രിച്ചു. നന്ദിയുടെ ആവശ്യമില്ല നന്ദന, ഇതൊരു കച്ചവടമാണ്. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, നിനക്ക് നിന്റെ അനിയത്തിയെയും. നമ്മൾ തമ്മിൽ അതിലപ്പുറം ഒരു ബന്ധവുമില്ല. അഭിമന്യു ക്രൂരമായ സത്യം വിളിച്ചു പറഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. നന്ദനയുടെ ജീവിതം ആര്യാട്ട് തറവാടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലായി ചുരുങ്ങി. അഞ്ജലി അമ്മ അവൾക്ക് എല്ലാ കരുതലും നൽകുന്നുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാനും കൃത്യസമയത്ത് മരുന്നുകൾ നൽകാനും അവർ ശ്രദ്ധിച്ചു. മോളെ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ വയറ്റിൽ വളരുന്നത് ഒരു ജീവനാണ്. നീ സന്തോഷവതിയായിരുന്നാലേ ആ കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കും. ഒരിക്കൽ അഞ്ജലി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ഞാൻ സന്തോഷിച്ചാൽ ആ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം തോന്നും. സ്നേഹം തോന്നിയാൽ പിന്നെ എനിക്കതിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരു യന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നന്ദനയുടെ മറുപടി അഞ്ജലിയുടെ ഹൃദയം തകർത്തു. ഒരു വൈകുന്നേരം അഭിമന്യു ഓഫീസിൽ നിന്നും നേരത്തെ തിരിച്ചെത്തി. അവൻ കാണുന്നത് പൂന്തോട്ടത്തിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുന്ന നന്ദനയാണ്. അവളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്, പക്ഷെ അവളത് വായിക്കുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മാളവികയുടെ നില മെച്ചപ്പെടുന്നുണ്ട്, ഡോക്ടർ വിളിച്ചിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ നന്ദനയുടെ മുഖത്തൊരു പ്രകാശം പരന്നു. സത്യമാണോ? അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നാളെ നിനക്ക് അവളെ പോയി കാണാം, ഞാൻ കൊണ്ടുപോകാം. അഭിമന്യുവിൻ്റെ സ്വരത്തിൽ ആദ്യമായി ഒരു മൃദുത്വം നന്ദന അനുഭവിച്ചു. അന്ന് രാത്രി ആദ്യമായി നന്ദന തൻ്റെ ഉദരത്തിൽ ഒരു ചെറിയ തുടുപ്പ് അനുഭവിച്ചു. അവൾ പേടിയോടെ കൈകൾ പിൻവലിച്ചു. വേണ്ട, എന്നെ സ്നേഹിപ്പിക്കരുത് എന്നവൾ ആ കുഞ്ഞിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിപ്പിച്ചു. പക്ഷേ പ്രകൃതിയുടെ നിയമങ്ങൾ മറ്റൊന്നായിരുന്നു. മറുഭാഗത്ത് അഭിമന്യുവും ഇറങ്ങാൻ കഴിയാതെ തിരിയുകയായിരുന്നു. ആ കുഞ്ഞിനെ ചുമക്കുന്ന ആ പെണ്ണിനോട് താൻ കാണിക്കുന്ന ക്രൂരത ശരിയാണോ എന്ന് അവൻ്റെ മനസാക്ഷി ആദ്യമായി അവനോട് ചോദിച്ചു തുടങ്ങി. അവൾ വെറുമൊരു ഗർഭപാത്രമല്ല, മാളവിക എന്ന പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുന്ന ഒരു ചേച്ചിയാണ്, ഒരു ധീരയായ സ്ത്രീയാണ്. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മാളവികയെ കണ്ട നന്ദനയ്ക്ക് തൻ്റെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല. ഗ്ലാസ് വിൻഡോയ്ക്ക് അപ്പുറത്ത് കിടക്കുന്ന തൻ്റെ അനിയത്തി. അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നന്ദനയെ നോക്കി ചിരിച്ചു. ചേച്ചി, ഞാൻ വേഗം വരും, നമുക്ക് പഴയതുപോലെ നടക്കാം. അവളുടെ ക്ഷീണം കലർന്ന സ്വരം കേട്ടപ്പോൾ നന്ദനയുടെ നെഞ്ചു പിടർന്നു. പുറത്ത് കാത്തു നിൽക്കുന്ന അഭിമന്യു ഇതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. നന്ദനയുടെ സ്നേഹം അവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. താൻ പണം കൊണ്ട് നേടിയത് വെറുമൊരു കുഞ്ഞിനെയല്ല, ഒരു വലിയ ത്യാഗത്തിൻ്റെ ഫലമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരികെ വരുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തെ മഴത്തുള്ളികൾ നോക്കിയിരുന്ന നന്ദനയോട് അഭിമന്യു പതുക്കെ ചോദിച്ചു. നന്ദന, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ നിസ്സഹായത മുതലെടുത്തതിന്. നന്ദന അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, പകരം ഒരുതരം ശാന്തതയായിരുന്നു. ദേഷ്യമില്ല സർ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അനിയത്തി ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ നൽകിയ പണം അവൾക്ക് പുതിയൊരു ജീവിതമാണ് നൽകിയത്. അതിന് പകരമായി ഞാൻ നൽകുന്നത് എൻ്റെ കടമയാണ്. പക്ഷേ
പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഈ അമ്മയെക്കുറിച്ച് അറിയരുത്. എന്നെ നിങ്ങൾ വെറുത്തിരുന്നത് പോലെ ആ കുഞ്ഞും എന്നെ വെറുക്കരുത്. ഒരു വാടക ഗർഭപാത്രത്തിൻ്റെ നിഴൽ പോലും ആ കുഞ്ഞിൻ്റെ മേൽ വീഴരുത്. അഭിമന്യു ഒന്നും മിണ്ടിയില്ല. സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈകൾ മുറുകി. അവൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വിങ്ങുന്നത് പോലെ. രാത്രിയിൽ കാറ്റും മഴയും കടുത്തു. ആര്യാട്ട് തറവാടിൻ്റെ മുകളിലത്തെ മുറിയിൽ നന്ദന തൻ്റെ ഉദരത്തിൽ കൈകൾ ചേർത്ത് പിടിച്ചു. ആദ്യമായി അവൾ ആ കുഞ്ഞിനോട് ഒരു രഹസ്യം മന്ത്രിച്ചു. നന്ദി മോളെ, നിന്റെ ഈ വരവാണ് എൻ്റെ മാളൂനെ എനിക്ക് തിരിച്ചു നൽകിയത്. നീ അമ്മയെ വെറുക്കരുത്. ഒഴുക്ക് നിലയ്ക്കാത്ത കണ്ണുനീരോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ താഴെ മുറിയിൽ അഭിമന്യു അപ്പോഴും ഉറങ്ങാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മാസങ്ങൾ കാറ്റിലുലയുന്ന ഇലകൾ പോലെ കൊഴിഞ്ഞുപോയി. നന്ദനയുടെ ഉദരം പതുക്കെ പുഷ്ടിപ്പെട്ടു തുടങ്ങിയിരുന്നു. ആര്യാട്ട് തറവാട്ടിലെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പഴയ മരവിപ്പില്ല. മാളവികയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. അവൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിരിക്കുന്നു. അഭിമന്യുവിൻ്റെ താല്പര്യപ്രകാരം മാളവികയുടെ തറവാട്ടിലെ ഒരു പ്രത്യേക മുറിയിലേക്ക് മാറ്റി. തൻ്റെ അനിയത്തി സുരക്ഷിതയാണെന്ന ബോധം നന്ദനയുടെ മുഖത്തൊരു പുതിയ പ്രകാശം നൽകി. ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിലെ ചില്ലാക്ക് കസേരയിൽ ഇരിക്കുകയായിരുന്നു നന്ദന. അരികിൽ മാളവിക ചെറിയ ചുവടുകൾ വെച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചി, അഭിമന്യു സാർ ഇത്രയും നല്ല ആളാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മളെ സ്വന്തം കുടുംബത്തെ പോലെയല്ലേ നോക്കുന്നത്? മാളവികയുടെ ചോദ്യം നന്ദനയെ ചിന്തയിലാഴ്ത്തി. സത്യമാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിമന്യുവിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. രാത്രി വൈകി മദ്യപിച്ച് വരുന്നത് അവൻ നിർത്തി. നന്ദനയുടെ ഓരോ ചെറിയ അസ്വസ്ഥതകളും അവൻ ശ്രദ്ധിച്ചു തുടങ്ങി. അവൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളും പുസ്തകങ്ങളും അവൻ നേരിട്ട് വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ടും അവളോടുള്ള സംസാരത്തിൽ അവൻ ഒരു അകലം പാലിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഓഫീസിൽ പോകാനായി ഇറങ്ങിയ അഭിമന്യു അവിടേക്ക് വന്നത്. അവൻ നന്ദനയെ ഒന്ന് നോക്കി. അവളുടെ ഇളം മഞ്ഞ നിറത്തിലുള്ള അയഞ്ഞ കുർത്തയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ചെറിയ ജീവന്റെ തുടിപ്പ് അവനെ ഒരു നിമിഷം നിർത്തിച്ചു. നന്ദന, ഇന്ന് വൈകുന്നേരം ചെക്കപ്പിന് പോകാനുള്ളതാ, നേരത്തെ റെഡിയായിരിക്കണം, അവൻ പറഞ്ഞു. സാർ തിരക്കിലാണെങ്കിൽ ഞാൻ ഡ്രൈവറുടെ കൂടെ പോയിക്കോളാം, നന്ദന വിനയത്തോടെ പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ വരും. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അവൻ്റെ വാക്കുകൾ ഒരു കച്ചവടക്കാരൻ്റേതായിരുന്നുവെങ്കിലും ആ നോട്ടത്തിൽ എവിടെയോ ഒരു കരുതൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വൈകുന്നേരം ഹോസ്പിറ്റലിൽ വെച്ച് സ്കാനിങ് നടക്കുമ്പോൾ അഭിമന്യു ആദ്യമായി ആ കാഴ്ച കണ്ടു. കറുപ്പും വെളുപ്പും കലർന്ന ഒരു സ്ക്രീനിൽ മിടിക്കുന്ന ഒരു ചെറിയ ഹൃദയം, അവൻ്റെ സ്വന്തം രക്തം. ഡോക്ടർ അലോക് ആ തുടുപ്പുകൾ അവന് കാണിച്ചു കൊടുത്തു. നോക്കൂ അഭി, ഇതാണ് നിൻ്റെ മകൾ, അവൾ ആരോഗ്യവതിയാണ്, അലോക് ചിരിയോടെ പറഞ്ഞു. മകൾ എന്ന വാക്ക് കേട്ടപ്പോൾ അഭിമന്യുവിന് ഉള്ളിൽ എന്തോ ഒന്നുടഞ്ഞു. ഇത്രയും കാലം ഒരു പ്രൊജക്റ്റായി മാത്രം കണ്ടിരുന്ന ഗർഭകാലം പെട്ടെന്നൊരു വലിയ ഉത്തരവാദിത്തമായി അവന് തോന്നി. അവൻ അറിയാതെ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ഇറുക്കി അടച്ച് വേദനയോ സന്തോഷമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിൽ അവൾ കിടക്കായിരുന്നു. തിരികെ വരുമ്പോൾ കാറിനുള്ള ഒരു വല്ലാത്ത മൗനമായിരുന്നു. പക്ഷേ അതൊരു അസ്വസ്ഥമായ മൗനമായിരുന്നില്ല. നന്ദന, അഭിമന്യു പതുക്കെ വിളിച്ചു. എന്താ സാർ? അതൊരു പെൺകുഞ്ഞാണെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നിനക്കോ? നന്ദന പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. എനിക്ക് സന്തോഷിക്കാനുള്ള അവകാശമില്ല സാർ. അവൾ നിങ്ങളുടേതാണ്. ഞാൻ വെറും ഒരു മാധ്യമം മാത്രം. ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരരുത്. എനിക്ക് കാണുകയും വേണ്ട. അഭിമന്യു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. അവൻ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു. എന്തിനാണ് നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? നീ സഹിക്കുന്നത് മുഴുവൻ നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനോട് നിനക്ക് അല്പം പോലും സ്നേഹം തോന്നുന്നില്ലേ? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്നേഹമുണ്ട് സാർ, അതാണ് എൻ്റെ പ്രശ്നം. സ്നേഹിച്ചു പോയാൽ 10 മാസം കഴിഞ്ഞ് അവളെ നിങ്ങൾക്ക് വിട്ടുതരുമ്പോൾ എൻ്റെ ജീവൻ പോകും. ഒരു കച്ചവടം ഉറപ്പിച്ചാൽ അത് ഭംഗിയായി തീർക്കണ്ടേ സാർ? നിങ്ങൾ എന്തിനാണിപ്പോൾ എന്നെ മാറ്റാൻ ശ്രമിക്കുന്നത്? അവളുടെ ചോദ്യത്തിന് മുന്നിൽ അഭിമന്യുവിന് ഉത്തരമില്ലായിരുന്നു. അവൻ വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്തു. രാത്രിയിലെ കനത്ത കാറ്റും ഇടിയും ഉണ്ടായിരുന്നു. ഭയന്നുപോയി നന്ദന മുറിയിലെ ജനാലകൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വയറ്റിൽ കഠിനമായൊരു വേദന അനുഭവപ്പെട്ടു. അവൾ കട്ടയിൽ ഇരുന്നു പോയി. ശ്വാസം കിട്ടാതെ അവൾ ഉച്ചത്തിൽ വിളിച്ചു. ശബ്ദം കേട്ട് ഓടി വന്നത് അഭിമന്യുവാണ്. അവളെ താങ്ങി പിടിച്ചു. എന്തു പറ്റി നന്ദന? വേദനയുണ്ടോ? അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. സാർ, എനിക്ക് പേടിയാകുന്നു. കുഞ്ഞിന് വല്ലതും. അഭിമന്യു അവളെ ചേർത്ത് പിടിച്ചു.
അവൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. ഒന്നും സംഭവിക്കില്ല, ഞാനിവിടെയുണ്ട്, നീ സമാധാനപ്പെട്. ആ നിമിഷം ആ മുറിക്കുള്ളിലെ ശീതീകരിച്ച അന്തരീക്ഷത്തേക്കാൾ വലിയൊരു ഊഷ്മളത അവർക്കിടയിൽ രൂപപ്പെട്ടു. പണം നൽകി വാങ്ങിയ ഗർഭപാത്രത്തിൽ നിന്നും ഒരു പെണ്ണിന്റെ ആത്മാവിലേക്കുള്ള ദൂരം അവൻ അളക്കുകയായിരുന്നു. അവളുടെ വേദന തൻ്റെ കൂടി വേദനയാണെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അല്പം കഴിഞ്ഞ് വേദന കുറഞ്ഞപ്പോൾ അവൾ അവനെ വിട്ടുമാറി. രണ്ടുപേരും പരസ്പരം നോക്കാൻ മടിച്ചു. നന്ദന, ഞാൻ പണ്ട് നിന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഗർഭപാത്രം പണത്തിന് വേണ്ടി വിറ്റവളെന്നൊക്കെ വിളിച്ചു ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ ചെയ്യുന്ന വലിയൊരു ത്യാഗമാണെന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായത്. അഭിമന്യുവിൻ്റെ സ്വരമിടറി. നന്ദനയൊന്നും മിണ്ടിയില്ല. എങ്കിലും അവളുടെ ഉള്ളിലെ മഞ്ഞുപാളികൾ അലിയാൻ തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ നന്ദന കാണുന്നത് തൻ്റെ മുറിയിലെ മേശപ്പുറത്തിരിക്കുന്ന മനോഹരമായ ഒരു ആഭരണപ്പെട്ടിയാണ്. കൂടെ ഒരു ചെറിയ കുറിപ്പും. ഇത് കച്ചവടത്തിൻ്റെ ഭാഗമല്ല, നന്ദന എന്ന പെണ്ണിന് അഭിമന്യു നൽകുന്ന സമ്മാനം. അവൾ ആ പെട്ടി തുറന്നു. സ്വർണത്തിൽ തീർത്ത മനോഹരമായൊരു മാല. അതിലൊരു ചെറിയ ഇലഞ്ഞിപ്പൂവിൻ്റെ രൂപം. തൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ്. അതവൻ എങ്ങനെ അറിഞ്ഞു? അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് അഭിമന്യു മാളവികയെ നടത്താൻ സഹായിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടപ്പോൾ നന്ദനയുടെ ചുണ്ടിൽ ആദ്യമായി ഒരു യഥാർത്ഥ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സിലായിരുന്നു. ഉച്ചയോടെ ആര്യാട്ട് തറവാടിൻ്റെ പടിവാതിൽക്കൽ ഒരു അപരിചിതൻ വന്നു നിന്നു. അവൻ നന്ദനയെ നോക്കി ക്രൂരമായി ചിരിച്ചു. അത് നന്ദനയുടെ പഴയ കാമുകൻ വിനയ് ആയിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായം. ഇപ്പോൾ ഇവിടെയാണല്ലേ പരിപാടി? വാടക ഗർഭപാത്രം. കൊള്ളാം നന്ദന, നീ നന്നായി വിലപേശാൻ പഠിച്ചിരിക്കുന്നു. വിനയൻ്റെ വാക്കുകൾ കേട്ട് നന്ദന തളർന്നുപോയി. വിനയനെ കണ്ടതും നന്ദനയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. തൻ്റെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ മുറിവായിരുന്നു അവൻ. മാളവികയുടെ അസുഖം മൂർച്ഛിച്ച സമയത്ത് തന്നെ ഉപേക്ഷിച്ച് പോയവൻ ഇന്ന് തൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? നന്ദന വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. എന്തിനാണെന്നോ? എൻ്റെ കാമുകി ഒരു വലിയ വീട്ടിൽ വാടക ഗർഭപാത്രമായി കഴിയുന്നുവെന്ന് കേട്ടപ്പോൾ ഒന്ന് കാണാൻ വന്നതാ. ഇതിന് നല്ല റേറ്റ് കിട്ടുമല്ലേ നന്ദന? വിനയ് പരിഹാസത്തോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് അഭിമന്യു പൂമുഖത്തേക്ക് വന്നത്. വിനയിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ പതിച്ചിരുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ആരാണ് നീ? എൻ്റെ വീട്ടിൽ വന്ന് ആരെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? അഭിമന്യുവിൻ്റെ സ്വരം ഇടിമുഴക്കം പോലെയായിരുന്നു. വിനയ് ഒന്ന് പതറിയെങ്കിലും ഉടനെ തന്നെ പഴയ അഹങ്കാരം വീണ്ടെടുത്തു. ഞാൻ വിനയ്, നന്ദനയുടെ എല്ലാമായിരുന്നു അവൻ. ഇവൾ പണത്തിന് വേണ്ടി എന്തിനും തയ്യാറാകുമെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തം ശരീരത്തെ ഇങ്ങനെ ലേലത്തിന് വെക്കുമെന്ന് കരുതിയില്ല. അഭിമന്യു നന്ദനയെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. വിനയ് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അഭിമന്യു അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുക്കി പിടിച്ചു. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. പണത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും ഇവളിന്ന് എൻ്റെ വീടിൻ്റെ അന്തസ്സാണ്. എൻ്റെ കുഞ്ഞിനെ പേറുന്നവളാണ്. നിന്നെപ്പോലൊരു പാഴ്ജന്മത്തിന് ഇവളെക്കുറിച്ച് സംസാരിക്കാൻ പോലും അർഹതയില്ല. അഭിമന്യു വിനയനെ തറവാടിൻ്റെ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. ഇനി നിന്റെ നിഴൽ പോലും ഈ ഭാഗത്ത് കണ്ടുപോകരുത്. വിനയ് ഭീഷണിയോടെ അവിടെ നിന്ന് പോയെങ്കിലും ആ വാക്കുകൾ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ലായിരുന്നു. നന്ദന തളർന്ന് നിലത്തിരുന്നു. അഭിമന്യു അവളുടെ അരികിൽ വന്നു നിന്നു. സാർ, അവൻ പറഞ്ഞത് നന്ദന വിതുമ്പി. നന്ദനയൊന്നും പറയണ്ട. നിന്റെ ഭൂതകാലം എനിക്കറിയണ്ട. ഇന്ന് നീ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് എനിക്ക് പ്രധാനം. നീ ചെന്ന് വിശ്രമിക്ക്, അഭിമന്യു ശാന്തമായി പറഞ്ഞു. പക്ഷെ അവൻ്റെ ഉള്ളിൽ വിനയ് പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. നന്ദനയുടെ ഗർഭകാലം 7-ാം മാസത്തിലേക്ക് കടന്നു. അവൾക്കിപ്പോൾ കൂടുതൽ ക്ഷീണമുണ്ട്. നന്ദന പതുക്കെ നടക്കാൻ തുടങ്ങിയത് അവൾക്ക് വലിയ ആശ്വാസമായി. അഞ്ജലിയമ്മ അവളെ ഒരു മകളെ പോലെയാണ് നോക്കുന്നത്. ഒരു രാത്രിയിൽ അഭിമന്യു തൻ്റെ ഓഫീസിലെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി അവിടേക്ക് വന്നു. മോനെ, നന്ദനയെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? അഞ്ജലി ചോദിച്ചു. എന്താ അമ്മേ, ഇപ്പോൾ എങ്ങനെ ചോദിക്കാൻ? അവൾ ഈ പണമെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത് നീ അറിയണം. മാളവികയുടെ ചികിത്സയ്ക്ക് മാത്രമല്ല, അവരുടെ നാട്ടിലെ ഒരു അനാഥാലയത്തിന് വേണ്ടിയും അവൾ വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം ഹോമിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു പെണ്ണാണവൾ. ആ വിനയ് പറഞ്ഞ് നീ വിശ്വസിക്കരുത്. അഭിമന്യു ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ നന്ദനയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. നന്ദന ഉറങ്ങുകയാണ്. ജനാലയിലൂടെ വരുന്ന ചന്ദ്രപ്രകാശം അവളുടെ മുഖത്ത് വീഴുന്നുണ്ട്. ഗർഭകാലത്തിൻ്റെ അവശതകൾക്കിടയിലും അവൾ അതിസുന്ദരിയായി തോന്നിയവന്.
പെട്ടെന്ന് നന്ദൻ ഉറക്കത്തിൽ ഞരങ്ങി. വേണ്ട, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവല്ലേ, എനിക്ക് കാണണം. അവൾ സ്വപ്നം കണ്ട് കരയുകയായിരുന്നു. അഭിമന്യു അവളുടെ അരികിലിരുന്നു. അവളുടെ കൈകൾ പതുക്കെ എടുത്ത് തൻ്റെ കൈവളയിൽ വെച്ചു. ആ സ്പർശനത്തിൽ നന്ദന പതുക്കെ കണ്ണുകൾ തുറന്നു. അഭിമന്യുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് കൈകൾ പിൻവലിക്കാൻ ശ്രമിച്ചു. പേടിക്കേണ്ട നന്ദന, നീ സ്വപ്നം കാണുകയായിരുന്നു, അവൻ മൃദുവായി പറഞ്ഞു. സാർ, എനിക്ക് പേടിയാകുന്നു. കാലം ഇത്ര വേഗം കടന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി 3 മാസം കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം, എൻ്റെ കുഞ്ഞിനെ കാണാതെ, അവൾ വിതുമ്പി. അഭിമന്യു ആദ്യമായി അവളുടെ കണ്ണുനീർ തുടച്ചു. നീ എന്തിനാണ് പോകുന്നത് നന്ദന? നിനക്ക് ഇവിടെ തന്നെ നിന്നുകൂടെ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി? അഭിമന്യുവിൻ്റെ ആ ചോദ്യം കേട്ട് നന്ദന സ്തംഭിച്ചു പോയി. അവൾ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. സാർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ. ഞാൻ വെറും ഒരു വാടക ഗർഭപാത്രം മാത്രമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അന്ന് പറഞ്ഞത് ഒരു ബിസിനസ്സുകാരനായിരുന്നു നന്ദന. ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു അച്ഛനാണ്. നിന്റെ സ്നേഹവും ത്യാഗവും കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കരിങ്കല്ല് അലിഞ്ഞുപോയി. എനിക്ക് നിന്നെ വേണം നന്ദന, എൻ്റെ ഭാര്യയായി, നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയായി. നന്ദനയുടെ ഉള്ളിൽ സന്തോഷവും സങ്കടവും ഒരേപോലെ അലതല്ലേ. പക്ഷെ അവൾക്ക് ഉടനെ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭൂതകാലവും വിനയുണ്ടാക്കിയ കളങ്കവും ഇത്ര എളുപ്പത്തിൽ മായുമോ എന്നവൾ ഭയപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ തറവാട്ടിൽ ഒരു സന്തോഷ വാർത്ത എത്തി. നന്ദനയുടെ വളക്കാപ്പ് ചടങ്ങ് നടത്താൻ അഞ്ജലി തീരുമാനിച്ചു. തറവാട്ടിലെ എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും വിനയ് എവിടെയോ പതിയിരിക്കുന്നുണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ ബിസിനസ് എതിരാളിയായ ഷെറിനുമായി കൈകോർത്ത് അഭിമന്യുവിനെ തകർക്കാൻ വിനയ് പദ്ധതിയിട്ടു. നന്ദനയുടെ ഗർഭകാലം ഒരു വിവാദമാക്കി മാറ്റാനായിരുന്നു അവരുടെ ശ്രമം. വളക്കാപ്പ് ചടങ്ങ് നടക്കുന്ന ദിവസം ബന്ധുക്കളും സുഹൃത്തുക്കളും തറവാട്ടിൽ ഒത്തുകൂടി. നന്ദന പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞൊരു രാജകുമാരിയെ പോലെയിരുന്നു. അഭിമന്യു അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്കിടയിൽ അവൾ സന്തോഷവതിയായിരുന്നു. പക്ഷെ ചടങ്ങ് അവസാനിക്കാറായപ്പോൾ തറവാടിന്റെ മുന്നിലേക്ക് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ഇരച്ചു കയറി. അഭിമന്യു സാർ, ഒരു പ്രമുഖ ബിസിനസ്സുകാരനായ താങ്കൾ ഒരു പെണ്ണിനെ പണം നൽകി ഗർഭം ധരിപ്പിച്ചു എന്ന് കേൾക്കുന്നത് സത്യമാണോ? ഇതാണോ ആര്യാട്ട് തറവാടിന്റെ സംസ്കാരം? ഒരു റിപ്പോർട്ടർ മൈക്ക് നീട്ടി ചോദിച്ചു. കൂട്ടത്തിൽ വിനയ് പിന്നിൽ നിന്നും പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. തറവാട്ടിലെ മുതിർന്നവർ അന്തം വിട്ടു നിന്നു. നന്ദനയുടെ കയ്യിലെ വളകൾ വിറച്ചു. അവൾ അപമാന ഭാരത്താൽ തല കുനിച്ചു. അഭിമന്യു ശാന്തനായി മുന്നിലേക്ക് വന്നു. അവൻ നന്ദനയുടെ കൈ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഇവൾ എൻ്റെ കുഞ്ഞിനെയാണ് പേറുന്നത്. അത് പണം നൽകിയാണോ അതോ സ്നേഹം നൽകിയാണോ എന്നത് എൻ്റെ സ്വകാര്യതയാണ്. പക്ഷെ ഒന്നുണ്ട്, ഇന്ന് ഈ നിമിഷം മുതൽ നന്ദന ഈ ആര്യാട്ട് തറവാടിൻ്റെ മരുമകളാണ്, എൻ്റെ ഭാര്യയാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അഭിമന്യുവിൻ്റെ ആ പ്രഖ്യാപനം കേട്ട് റിപ്പോർട്ടർമാർ നിശബ്ദരായി. വിനയൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അഭിമന്യു നന്ദനയെ നോക്കി കണ്ണു ചിമ്മി. ആ നോട്ടത്തിൽ അവൾക്ക് ലഭിച്ച ധൈര്യം വാക്കുകൾക്ക് അതീതമായിരുന്നു. പക്ഷെ ആൾക്കൂട്ടം ഒഴിഞ്ഞു പോയപ്പോൾ നന്ദനയ്ക്ക് കഠിനമായ പ്രസവവേദന അനുഭവപ്പെട്ടു. 7ാം മാസത്തിൽ പ്രസവം നടക്കുന്ന കുഞ്ഞിന് ആപത്താണ്. അഭി, എനിക്ക് വയ്യ. നന്ദന അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നിലവിളികൾ ഉയർന്നു. ആര്യാട്ട് തറവാട്ടിൽ നിന്ന് ചീറിപ്പാഞ്ഞ കാർ സിറ്റിയിലെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു. പിന്നിൽ സീറ്റിൽ അഞ്ജലിയുടെ മടിയിൽ കിടന്ന് വേദന കൊണ്ട് പുളയുകയായിരുന്നു നന്ദന. അവളുടെ നെറ്റിയിൽ പടർന്ന വിയർപ്പ് തുള്ളികൾ തുടയ്ക്കുമ്പോൾ അഭിമന്യുവിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിക്കേണ്ട നന്ദന, നമ്മൾ എത്തിക്കഴിഞ്ഞു. നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല, അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ മറുപടി ഒരു നേർത്ത ഞരക്കം മാത്രമായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടർ അലോക് ഉടൻ തന്നെ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. 7ാം മാസത്തിലെ പ്രസവമായതുകൊണ്ട് തന്നെ സങ്കീർണതകളേറെയായിരുന്നു. വെളിയിൽ ഇടനാഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അഭിമന്യുവിൻ്റെ ഉള്ളിൽ താൻ ആദ്യമായി കണ്ട വാടക ഗർഭപാത്ര കരാറിലെ വാക്കുകൾ തെളിഞ്ഞു വന്നു. 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കപ്പെട്ട മാതൃത്വത്തെക്കുറിച്ച് പറഞ്ഞ അഹങ്കാരിയായി തൻ്റെ പഴയ രൂപത്തെ അവൻ ഇപ്പോൾ വെറുക്കുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അലോക് പുറത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ആ പഴയ പ്രസരിപ്പില്ലായിരുന്നു. നന്ദന സുരക്ഷിതയാണ്. പക്ഷേ അലോക് ഒന്ന് നിർത്തി. പക്ഷേ എന്ത്? എൻ്റെ കുഞ്ഞ്! അഭിമന്യുവിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. ഒരു പെൺകുഞ്ഞാണ്. പക്ഷെ മാസം തികയാതെയുള്ള പ്രസവമായതുകൊണ്ട് കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ട്. പോരാത്തതിന് കുഞ്ഞിന് അരയ്ക്ക് താഴേക്ക് ചലനശേഷി കുറവാണ്. ഭാവിയിൽ അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അഭിമന്യു ഒരു നിമിഷം തകർന്നുപോയി. എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണോ ഈ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്ന് അവൻ ഭയന്നു.
പക്ഷേ പെട്ടെന്ന് അവനിലൊരു അച്ഛൻ ഉണർന്നു. എനിക്ക് അവളെ ഒന്ന് കാണണം അലോക്. ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ അഭിമന്യുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു റോസാപ്പൂവിതൾ പോലെ സുന്ദരി, തൻ്റെ അതേ കണ്ണുകൾ, അരയ്ക്ക് താഴെ കനക്കമില്ലാതെ കിടക്കുന്ന ആ കുഞ്ഞു ജീവൻ. അവൻ്റെ വിരലുകളിൽ പതുക്കെ മുറുകെ പിടിച്ചു. ആ നിമിഷം അവനൊരു തീരുമാനമെടുത്തു. ഈ ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സ അവൾക്ക് നൽകും. 3 ദിവസങ്ങൾക്ക് ശേഷം നന്ദന ബോധം വീണ്ടെടുത്തു. അവളുടെ ആദ്യ ചോദ്യം കുഞ്ഞിനെക്കുറിച്ചായിരുന്നു. എൻ്റെ കുഞ്ഞെവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം, അവൾ ആർത്തിയോട് ചോദിച്ചു. അഭിമന്യുവിന് സത്യം പറയാൻ ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ അവൾ അതറിഞ്ഞാൽ തളർന്നു പോകും. പക്ഷെ നന്ദന വിടാൻ തയ്യാറായില്ല. ഒടുവിൽ അഞ്ജലി സത്യം പറഞ്ഞു. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി കേട്ടപ്പോൾ നന്ദനയുടെ നിലവിളി ആ മുറിയിൽ മുഴങ്ങി. എൻ്റെ കുഞ്ഞ്, ഞാൻ അവളെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഈശ്വരൻ അവൾക്ക് ഈ ഗതി വരുത്തിയത്? എനിക്ക് കാണണം അവളെ. വീൽ ചെയറിൽ നന്ദനെ ഇൻക്യുബേറ്ററിൽ അരികിലെത്തിച്ചു. കുഞ്ഞിനെ കണ്ടതും അവളുടെ മാതൃത്വം അണപൊട്ടി ഒഴുകി. എൻ്റെ പൊന്നെ, അവൾ കരഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് ഭിത്തിയിൽ തലോടി. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിന് നക്ഷത്ര എന്നവർ പേരിട്ടു. പക്ഷേ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാറായപ്പോൾ നന്ദനയുടെ ഉള്ളിൽ വീണ്ടും ആ പഴയ കരാർ ഭയമായി വന്നു. 10 ലക്ഷം രൂപ വാങ്ങിക്കഴിഞ്ഞു. മാളവികയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അഭിമന്യു നന്ദനെ കാണാൻ വന്നപ്പോൾ അവൾ ഗൗരവത്തിലായിരുന്നു. സർ, എനിക്ക് പോകണം. കരാർ പ്രകാരം കുഞ്ഞിനെ നിങ്ങൾക്ക് കൈമാറി ഞാൻ പോകേണ്ട സമയമായി. അഭിമന്യു ചിരിച്ചു. നന്ദന, കരാർ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു. നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ ഭാര്യ കൂടിയാണെന്ന് ലോകത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. നക്ഷത്രയ്ക്ക് അവളുടെ അമ്മയെ വേണം. പക്ഷെ സർ, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. എനിക്ക് അവളെ നോക്കാൻ പേടിയാകുന്നു. നമുക്ക് ഒന്നിച്ച് അവളെ നോക്കാൻ നന്ദന. നീ കൂടെയില്ലാതെ എനിക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അഭിമന്യു അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം ആര്യാട്ട് തറവാടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ വീൽ ചെയറിൽ നക്ഷത്ര ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ 3 വയസ്സുണ്ട്. അരയ്ക്ക് താഴേക്ക് തളർവാദമാണെങ്കിലും അവളുടെ ചിരിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നന്ദനയും അഭിമന്യുവും ഇപ്പോൾ ഒരു മാതൃകാ ദമ്പതിമാരാണ്. പെട്ടെന്നാണ് തറവാടിൻ്റെ ഗേറ്റിലൂടെ വിനയ് കടന്നു വന്ന്. ഇത്തവണ അവൻ തനിച്ചായിരുന്നില്ല, പോലീസുകാരും ഉണ്ടായിരുന്നു. അഭിമന്യു മഹാദേവ്, താങ്കൾ പണം നൽകി ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ താങ്കളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട്. വിനയ് ക്രൂരമായി ചിരിച്ചു. നന്ദന മുന്നിലേക്ക് വന്നു. ഇല്ല, അദ്ദേഹം ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായത്. വിനയ്, നീ എത്ര ശ്രമിച്ചാലും ഞങ്ങളെ തകർക്കാൻ നിനക്ക് കഴിയില്ല, അഭിമന്യു ശാന്തമായി പറഞ്ഞു. നന്ദന, നീ പേടിക്കേണ്ട, നിയമം സത്യത്തിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ കോടതിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വിനയ് ഹാജരാക്കിയ പഴയ കരാർ പത്രങ്ങൾ അഭിമന്യുവിനെതിരെ ശക്തമായ തെളിവായി. കോടതി നന്ദനയെ സാക്ഷി വിസ്താരത്തിനായി വിളിച്ചു. നന്ദന, ഈ കരാറിൽ താങ്കൾ ഒപ്പിട്ടത് പണത്തിന് വേണ്ടിയാണോ? ജഡ്ജി ചോദിച്ചു. നന്ദന കോടതി മുറിയിൽ എല്ലാവരെയും നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പേടിയുണ്ടായിരുന്നില്ല. അതെ സർ, അന്ന് ഞാൻ ഒപ്പിട്ടത് പണത്തിന് വേണ്ടിയായിരുന്നു. എൻ്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. പക്ഷേ ആ പണത്തേക്കാൾ വലിയൊരു സ്നേഹം എനിക്ക് ഈ തറവാട്ടിൽ നിന്ന് ലഭിച്ചു. വാടക ഗർഭപാത്രമായി തുടങ്ങിയ എൻ്റെ യാത്ര ഇന്ന് ഒരമ്മയുടെയും ഭാര്യയുടെയും പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു. ഈ മനുഷ്യൻ എന്നെ ചൂഷണം ചെയ്തിട്ടില്ല, മറിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കുകയാണ് ചെയ്തത്. നന്ദനയുടെ വാക്കുകൾ കോടതി മുറിയിലെ നിശബ്ദത പടർത്തി. അഭിമന്യുവിൻ്റെ കണ്ണുകൾ ഈറനായി. വിധി വന്നപ്പോൾ വിനയൻ്റെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയി. കോടതി അഭിമന്യുവിനെ കുറ്റവിമുക്തനാക്കി. വിനയനെതിരെ വ്യാജ പരാതി നൽകിയതിനും നന്ദനെ അപമാനിക്കാൻ ശ്രമിച്ചതിനും കേസെടുത്തു. തിരികെ തറവാട്ടിലെത്തി നക്ഷത്രമോളെ വാരിയെടുത്തുകൊണ്ട് അഭിമന്യു പറഞ്ഞു, നമുക്കൊരു നീണ്ട യാത്ര പോകണം. നന്ദന, ലോകത്തിലെ ഏറ്റവും മികച്ച തെറാപ്പി സെൻറ്ററിൽ നക്ഷത്രയെ കൊണ്ടുപോകണം. അവൾ നടക്കുന്നത് എനിക്ക് കാണണം. നന്ദന അഭിമന്യുവിൻ്റെ തോളിലേക്ക് ചായുമ്പോഴും നക്ഷത്രമോൾ പതുക്കെ വിളിച്ചു, അമ്മേ. ആ വിളിയിൽ നന്ദനയുടെ എല്ലാ വേദനകളും അലിഞ്ഞുപോയി. വാടക ഗർഭപാത്രം എന്ന വിളിയേക്കാൾ ഉച്ചത്തിൽ മാതൃത്വത്തിൻ്റെ വിളി അവളുടെ കാതുകൾ മുഴങ്ങി. ആര്യാട്ട തറവാട്ടിലെ ഇലഞ്ഞിപ്പൂക്കൾക്കന്ന് വല്ലാത്തൊരു മണമായിരുന്നു. ശുഭ.